നാട്ടിൽ റാന്നിയിലാണ്. എൻ്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്. എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 2 മക്കൾ, കുടുംബസ്ഥരാണ് അവര്. എന്നാല് ഞാനിങ്ങനെ വിസിറ്റിങ്ങിന് അമേരിക്കയിൽ കടന്നു വന്നതാണ്. സ്തോത്രം. ഈ ഹൂസ്റ്റണിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിലാണ്. എന്നാല് ഒരു 9ാമത്തെ വയസ്സിൽ തന്നെ എൻ്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താല് കർത്താവ് എന്നെ നിറച്ചു. പിന്നെ അന്ന് 9 വയസ്സുള്ളപ്പോൾ തന്നെ പ്രവചനവരത്താൽ കർത്താവ് നിറച്ചു. എന്നാൽ 30 വർഷത്തിന് മുമ്പേ കാൻസർ എന്ന ഒരു മഹാരോഗത്തിൽ നിന്ന് ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ യേശു എന്നെ സൗഖ്യമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് നാട്ടിലൊക്കെ ബസ് നോക്കി നിൽക്കുവാനൊന്നും സാധ്യമല്ല, ഉടൻ ഇരിക്കണം. ശരീരത്തിൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അത് ബയോപ്സിക്ക് അയച്ച് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജെസ്സി, നിന്റെ ശരീരത്തിൽ കാൻസർ ആണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് ട്രീറ്റ്മെന്റ് കുറിക്കുകയാണ്. എനിക്ക് ട്രീറ്റ്മെന്റ് കുറിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. എനിക്ക് ഡോക്ടർ എഴുതിയ ഒരു ട്രീറ്റ്മെന്റും പിന്നെ വേണ്ട. ഞാൻ ഭവനത്തിൽ വന്നു, ബൈബിൾ എടുത്തു, പ്രാർത്ഥിച്ചു. കർത്താവ് 1 മിനിറ്റ് കൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് രാത്രികാലവും അത്ഭുതത്തിന്റെ രാത്രിയാ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അന്തരാ ജനാദലക്ഷസ്യ. ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നപ്പോഴേ നമ്മളെ ഹല്ലേലൂയ ചൈതന്യം പ്രാപിച്ചവരായി. സ്തോത്രം. യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നെങ്കിലേ നിരാശപ്പെട്ടിരിക്കാനല്ല, ഭാരത്തോടിരിക്കാനല്ല, വലിയൊരു ദൈവപ്രവർത്തിക്കായി ദൈവം നമ്മളെ കണ്ടിരിക്കുക. സ്തോത്രം. അന്ന് എന്റെ കർത്താവിനെ 30 വർഷത്തിന് മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനെ സൗഖ്യമാക്കി. അന്ന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ഇന്ന് 30 വർഷമായി എനിക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഒരു മെഡിസിനും എടുത്തിട്ടില്ല. ഈ മിനിറ്റ് വരെ എന്റെ യേശു എന്നെ നിർത്തുന്നു. അതേക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനവുമായി യേശുവിന്റെ സാക്ഷിയായി അനേക ഇടങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നിങ്ങളോടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ നോക്കിയ ഡോക്ടർ കാൻസർ വന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴേ എന്റെ കൂടെ ചർച്ചിൽ ഒരു പായിലിരുന്ന് ആരാധിച്ച സഹോദരി കാൻസർ വന്ന് മാറ്റപ്പെട്ടപ്പോഴേ എനിക്ക് ജീവൻ തന്ന ജീവദാതാവിനെ പല സ്ഥലത്തും ഉയർത്തുവാന് ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമ്മളെയൊക്കെ എന്തിനാണ് ഇത്രത്തോളം ആയുസ്സാരോഗ്യം തന്നത്? കർത്താവ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യാന്, പ്രാർത്ഥനയ്ക്കാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരാളോട് യേശുവിനെ കുറിച്ച് പറയുവാനാണ്. അങ്ങനെ നമ്മളെ എന്ത് ദൗത്യത്തിനായി കർത്താവ് കണ്ടിരിക്കുന്നു? നമ്മളെ ദൈവം താലന്തുകൾ ഏൽപ്പിച്ചത് അത് മൂടി വെക്കുവാനല്ല, അത് അനേകർക്ക് പ്രയോജനപ്പെടുവാന് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പിതാവ് ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു. ന്യൂണ്ടിയ ചർച്ചക്കോടെ വി എ തമ്പിച്ചാന്റെ ആദ്യ കാലയളവിലുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. ഞങ്ങൾ 4 പെൺമക്കളായിരുന്നു. എന്റെ പിതാവ് എന്നോട് പറയുമായിരുന്നു, എനിക്ക് ആൺമക്കളില്ല, എനിക്ക് നിന്നെയാണ് എന്റെ വേലയ്ക്കായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് എന്നെ പുറത്തെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്നതായ ഒരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 56-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയില്ലേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എന്റെ സങ്കീർത്തനം 56-ന്റെ 8, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? സ്തോത്രം. അതൊരു റിക്കാർഡായി. സ്തോത്രം. ഹല്ലേലൂയ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ആ കുരുടനെ നമുക്കറിയാം. സ്തോത്രം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുന്ന ആ കുരുടൻ അധികം നിലവിളിക്കുകയാണ്.
മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു, അവനോ അക്കിക്കം നിലവിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ കുരുടനെ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക. ആ കുരുടന് യേശു കാഴ്ച കൊടുത്തുവെങ്കില് അവൻ നാളുകളായി പുതച്ച പുതപ്പിട്ടിട്ട് അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. വർഷങ്ങളായി ഉടലറവ ശന്തനാരകച്ചസിയ നാളുകളായിട്ടുള്ള ചില ബന്ധനങ്ങള്, ചില ചില വിടുതലുകൾ ഇന്ന് രാത്രി നടക്കുകയാ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴേ നാളുകളായിട്ടുള്ള ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഹല്ലേലൂയ ദൈവ പ്രവൃത്തിയുണ്ട്. അധികം നിലവിളിക്കുന്ന കുരുടന് വേണ്ടി യേശു നിന്ന് ആ കുരുടന് കാഴ്ച കൊടുത്തുവെങ്കില് ഇന്ന് രാത്രിക്കാലം നാളുകളായിട്ടുള്ള വിഷയത്തിന്റെ നടുവില് ഇന്ന് രാത്രിയിൽ കണ്ണുനീർ കണ്ട് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെയല്ല നാം വിളിക്കുന്നത്. ഇന്ന് രാത്രിയിൽ മറുപടിയുമായി ഭവനത്തിനകത്ത് ദൂതനിറങ്ങുന്ന രാത്രിയാ. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. ഓ റിബാലവക്ഷന്തനാരകസ്യ വർഷങ്ങളായുള്ള വിഷയത്തിന് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയക്കാൻ പോകുകയാണ്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. സ്തോത്രം. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ നാം കാണുന്നു, അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗേരിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ അവൾ ഉഴന്നു നടന്നു. സ്തോത്രം. അബ്രഹാം ഹാഗേറിന്റെ കയ്യിൽ കുട്ടിയെ കൊടുത്ത് അപ്പ കഷ്ണങ്ങളും വെള്ളവും കൊടുത്ത് അവളെ യാത്രയയക്കുകയാണ്. സ്തോത്രം. ഇതിന്റെ മുൻപിലുള്ള അധ്യായങ്ങളില് നാം കാണുമ്പോൾ സാറയുടെ കാഠിന്യ നിമിത്തം ഓടിപ്പോകുന്ന ഒരു ഹാഗേറിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആ സാറയുടെ കാഠിന്യ നിമിത്തം ഓടിപ്പോകുന്ന ആ ഹാഗേറിനെ ഉൽപ്പത്തി 16 ഹല്ലേലൂയ 16 അധ്യായത്തിൽ നാം കാണുന്നതിന്റെ 6 വാക്യത്തില് അവൾ ഓടിപ്പോകുമ്പോൾ ശൂര്യന് പോകുന്ന മരുഭൂമിയിൽ വെച്ച് അവളെ ദൂതൻ കാണുകയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൂതൻ അവളെ കാണുന്നു. സ്തോത്രം. അവള് പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവല്ലോ. സ്തോത്രം. നമ്മുടെ ഓടിപ്പോക്കലിലും നമ്മളെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. അവളോട് ചില കാര്യങ്ങളൊക്കെ ദൂതൻ പറയുന്നത് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴവിടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്, നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്ക എന്ന് അവളോട് പറയുകയാണ്. സ്തോത്രം. അവള് തിരിച്ചു പോകുകയാ. സ്തോത്രം. എന്നാൽ ആ മകൻ ജനിച്ച് ഹല്ലേലൂയ സ്തോത്രം ജനിച്ച് വളർന്ന് ഇസഹാക്ക് ഹല്ലേലൂയ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ ഇതാ അബ്രഹാം ഹല്ലേലൂയ അധികാലത്ത് എഴുന്നേറ്റ് ഈ കുഞ്ഞിനെ കൊടുത്ത് ഹാഗേറിനെ യാത്ര അയക്കുകയാ. സ്തോത്രം. അവൾ ബേർശേബ മരുഭൂമിയിൽ അവൾ ഉഴന്നു നടന്നു. കയ്യിലെ അപ്പക്കഷ്ണങ്ങൾ തീർന്നു, വെള്ളം തീർന്നു. ദൈവത്തിന്റെ മക്കളെ, മനുഷ്യൻ തന്നാൽ പരിമിതികളെ ഉള്ളൂ. ദൈവം തന്നാൽ അളവ് കൂടാതെ നമുക്ക് തരുന്ന പക രാത്രിക്കാലമാ. സ്തോത്രം. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവമാ. സ്തോത്രം. ഇന്ന് രാത്രി നിരാശയോടായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി വചനത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പ കഷ്ണം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിന്റെ മരണം കാണാൻ കഴിയാതെ അവള് കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടിട്ട് അവള് മാറിയിരുന്ന് കരയുകയാ. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. എന്നാൽ കുഞ്ഞിന്റെ നിലവിളി ദൈവം കേട്ടു. സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗേരിനെ വിളിച്ച് അവളോടെ, ഹാഗേരേ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന്
അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നീ ഭയപ്പെടേണ്ട. എന്തെങ്കിലും വിഷമഘട്ടത്തിലാണോ, ഇത് എങ്ങനെ സാധ്യമാകും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അസാധ്യങ്ങൾ ഇന്ന് രാത്രി സാധ്യമാകാൻ പോകുകയാണ്. സ്തോത്രം. അന്തരചാര ധീര, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. സ്തോത്രം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവ മക്കളുടെ മേലെ കർത്താവ് അയക്കുകയാണ്. എല്ലാം തീർന്നുവെന്ന് ഹല്ലേലൂയ കുഞ്ഞിന്റെ മരണം പ്രതീക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാഗേരേ, നിരാശയുടെ വക്കിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി തട്ടി ഉണർത്തുന്ന രാത്രിയാ. സ്തോത്രം. ശന്തന, ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. ക്രൈസ്തലോടെ തലമുറകളെ കുറിച്ച്, വിഷയങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോടെ ഹല്ലേലൂയ, സ്തോത്രം. ക്രൈസ്തലോട്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഇന്ന് രാത്രി ഭയപ്പെടുത്തുന്ന അനേക വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ആ പ്രോമിസാണ് ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം ഉണ്ട്. പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. നീ ഭയപ്പെടേണ്ട, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിയ യുദ്ധങ്ങൾ, അനേക സംഭവങ്ങൾ, നിരാശയുടെ വക്കിൽ അനേകർ ഇരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നമ്മുടെ കർത്താവിന്റെ വരവെടുത്തു, എന്നാൽ ഹല്ലേലൂയ അത് വാതിക്കലായി. സ്തോത്രം. ഏത് സമയത്തും യേശു വരുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം. സ്തോത്രം. ഊടമന ശന്തന, നീ നിരാശപ്പെട്ടിരിക്കണ്ട, കർത്താവ് വേഗം വരുന്നു. സ്തോത്രം. ഓ റിബാലവ, മനുഷ്യൻ നമ്മളെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ആ ബാലനെ അവൾ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവൾ വെള്ളം കൊടുക്കുകയാ. സ്തോത്രം. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നത്, ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയിൽ ദൈവമക്കളെ കൊണ്ടുപോകാൻ പോകുകയാ. സ്തോത്രം. ഇതിനകത്ത് ഇന്ന് വരെ നടന്നതുപോലല്ല, ഒരു ചൈതന്യം പ്രാപിച്ച് അന്തര വൈര രാജകരെന്താ ഇന്ന് രാത്രി നിന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന രാത്രിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ മണിക്കൂറുകൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ ആരായി തീർന്നു? ഒരു വില്ലാളിയായി തീർന്നു. നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് കാണാൻ കഴിയാതെ മാറിയിരുന്ന് കരയുകയാ. സ്തോത്രം. ആ കുഞ്ഞിന് വേണ്ടിയാണ് ഉറവ തുറന്നത്. ഇന്നും ആ ഉറവ പോയിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, എന്തെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നാൽ അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി തീരത്തക്കവണ്ണം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് ചിലരുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകൾ അയക്കുകയാ. സ്തോത്രം. കരയുന്ന കണ്ണുനീര് കണ്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവിടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവത്തിന്റെ മക്കളെ, എനിക്ക് സമയം എത്ര ചോദിച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം. ഇച്ചിരി ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കത്തില്ലായിരുന്നു. സമയമുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോയാലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരു വലിയ ചൈതന്യം വരുത്തുക. നിങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച വിഷയത്തിന്, ഈ മാത്യു
എന്ന് പറയുന്ന ആ ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്നു, ഒരു വലിയ വിടുതൽ ദൈവം ചെയ്തെടുക്കാൻ പോകുക. ഇന്ന് വരെ പോയിട്ടില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ കർത്താവ് കൊണ്ടുപോകാൻ പോകുകയാ. ഓ റമന ശകൻ കടക സൈതനാരകച്ചിയ ഓ റിബാലബലബലബ ശാന്തന. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ ഒരു വിഷയത്തിന് വിടുതൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഒരു വിടുതൽ നിശ്ചയമായി നടക്കും. ആലോചന ഏറ്റെടുക്കട്ടെ. സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവമാരാ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകത്തേയില്ല. ഞങ്ങള് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടു താഴെ ഒരു 58 വർഷത്തിന് മുമ്പ് എൻ്റെ അമ്മ ഒരു ദൈവശബ്ദം എൻ്റെ അമ്മയുടെ പേര് ചൊല്ലി 3 വട്ടം വിളിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളെ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നത്. അന്നൊക്കെ ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. 58 വർഷത്തിന് മുമ്പാണ് അങ്ങനെ ദൈവം പേര് ചൊല്ലി വിളിച്ചു. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തെങ്ങേലച്ഛന്റെ കൈക്കീഴിലാണ് എൻ്റെ മാതാവും പിതാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് തൊട്ടു താഴെ പള്ളി, 3 അച്ഛന്മാര് ചുറ്റിനെ. അപ്പൊ ഞങ്ങൾ ബന്ധക്കോസിലായപ്പോഴത്തേന് ആ ദേശത്തു നിന്ന് അനേകര് ബന്ധക്കോസിലായി. അതുകൊണ്ട് ഞങ്ങൾ ബന്ധക്കോസിലായപ്പം പള്ളിയിൽ നിന്ന് ആളുകൾ അവിടെ ഒന്ന് കുറയാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളെ ചുട്ടുകളയണമെന്നായി. തീപ്പെട്ടിക്കൊള്ളി ഒരച്ച സമയത്തും ദൈവം അദ്ദേഹത്തെ അടിച്ച് താഴെയിട്ട് ദൈവം ഞങ്ങളെ ജീവിപ്പിച്ച് നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ആ കാലഘട്ടങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി എൻ്റെ ഫാദറിന്റെയോ എൻ്റെ മദറിന്റെയോ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. തൊട്ടു താഴെ പള്ളി, ചുറ്റിനും 3 അച്ഛന്മാര്. ഞങ്ങളോട് വളരെ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് എതിർപ്പുകളെ. അന്ന് എൻ്റെ നേരെ അനിയത്തി കുഞ്ഞാണ്. സ്തോത്രം. അവക്കൊരു വലിയ പ്രായമില്ല. ആ സമയത്ത് നിന്ന നിപ്പിൽ അവളുടെ ശരീരം നീലക്കളറായി, പല്ല് കറുത്ത് പൊട്ടി, ഹല്ലേലൂയ, തലമുടി നരച്ചു. പിന്നെ മോഷൻ പോകുന്നത് ബ്ലഡാണ്. എന്നാലും അന്നൊന്നും വലിയ ഹോസ്പിറ്റലില്ല. ആ സമയത്തൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, വൈദ്യന്മാരെ കാണിച്ചു. ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു, ഇനി ഈ കുഞ്ഞ് രാത്രിയൂടെ ജീവിച്ചിരിക്കുള്ളൂ, ഇനി അതിന് മരണം മാത്രമേ ഉള്ളൂ. അത് കേട്ട് എൻ്റെ മാതാവും പിതാവും ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു, ഒരു കൊച്ചു കട്ടിലേക്ക് കിടത്തി. അപ്പോൾ അച്ഛന്മാരും നാട്ടുകാരും വീട്ടുകാരും നോക്കി നിൽക്കുകയാണ്. ഇവര് ബന്ധക്കോസ്തിൽ പോയത് കൊണ്ടാണ് ഇവർക്ക് ഈ കഷ്ടത വന്നത് എന്ന് പറഞ്ഞ് മരണവാർത്ത കേൾക്കാൻ നോക്കിയിരിക്കുമ്പോൾ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ആ ബെഡിൽ കിടത്തി എൻ്റെ അമ്മ ഒരു കൊച്ചു ശവപ്പെട്ടിക്കകത്ത് വെക്കാൻ ഒരു ചെറിയ പില്ലോ വേണം. അപ്പൊ ഒരു തുണി എടുത്ത് സൂചിയും നൂലും കോർത്ത് അത് തയ്ക്കുകയാണ്. ഓരോ സൂചിയും നൂലും കോർക്കുമ്പോഴും അത് കോർത്ത് വലിക്കുമ്പോൾ ചുടുചുട കണ്ണുനീര് ആ തലവണയിൽ വീണിട്ട് രാവിലെ ആയപ്പോൾ പില്ലോ തയ്ച്ചു തീർന്നു. എന്നിട്ട് ആ തലവണ പിഴിഞ്ഞാൽ കണ്ണുനീരുണ്ട്. സ്തോത്രം. ധാരധാരിയായിട്ട് വീഴുന്ന പോലുള്ള കണ്ണുനീരാണ് തലവണയില്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? അന്ന് രാവിലെ എൻ്റെ അനിയത്തി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പൊ നമ്മുടെ ദൈവം സൗഖ്യമാക്കിയാൽ മെഡിക്കൽ സയൻസുകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവാ നമ്മുടെ ദൈവം. വർഷങ്ങളും പറഞ്ഞാലും തീരാത്ത അനുഭവ സാക്ഷ്യങ്ങളിൽ കൂടാണ് ദൈവം ഞങ്ങളെ കടത്തിവിട്ടത്. ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചെടുത്ത അനേക ദൈവഭക്തന്മാരുടെ വചനമാണ്. ഹല്ലേലൂയ. അത് കേൾക്കാൻ മൈലുകൾക്കപ്പുറം ഓടിപ്പോകും. അത് കേട്ട് അനേക ഉമ്മച്ചൻ പാസ്റ്റർ, PM ഫിലിപ്പ് പാസ്റ്റർ, അങ്ങനെ അനേക ഭക്തന്മാരുടെ ആ ദൈവവചനം കേട്ട് ഇന്ന് ഹൃദയത്തിൽ ഇരിക്കുക. ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ഈ ദൈവം അവളുടെ കണ്ണു തുറന്നു. ഞാൻ വേഗത്തിൽ പോവാ. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരറവ കണ്ടു. ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കുടിപ്പിച്ചു. ഇന്ന് വരെ ആ ഉറവ വറ്റിപ്പോയിട്ടില്ല. ദൈവം നമുക്കൊരു വഴിയൊരുക്കിയ അതാരെ കൊണ്ടും അടയ്ക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി ഉഴന്നലയുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. ഉഴന്നു നടക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന ആ കണ്ണുനീരൊക്കെ ഒരു കലശത്തിലുണ്ട്. ഓ റിബാലവ ശന്തന. 1 രാജാക്കന്മാർ 19 3 4 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19 3 4 അവൻ ഭയപ്പെട്ടെഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു എന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ
താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. സ്തോത്രം. ഈ ഭാഗമെല്ലാം നമുക്ക് സുപരിചിതമാണ്. ഒരു ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം, നല്ലൊരു പ്രാർത്ഥനാ വീരനാണ്, ഏകനായി ദൈവത്തിന് വേണ്ടി നിന്നവനാണ്. സ്തോത്രം. അനുസരണമുള്ള ഒരു പ്രവാചകനാണ്. എന്നാൽ ഇസബേലിന്റെ വധഭീഷണിയെ തുടർന്ന് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഒരു ചൂരച്ചെടലിൽ തണലിലായിരിക്കുമ്പോൾ ദൂതൻ തട്ടി ഉണർത്തുകയാ. സ്തോത്രം. നിരാശയുടെ വക്കിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളെ തട്ടി ഉണർത്തുന്നതാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. ഇന്ന് രാത്രി ചിലതിന്മേൽ ദൈവ പ്രവൃത്തി സംഭവിക്കുന്നത് എനിക്കത് ദൈവാത്മാവിൽ അറിയുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഉടകമനക സന്തരാതകസിയ ചില തടസ്സങ്ങൾ ഇന്ന് രാത്രിയിൽ മാറിപ്പോകുകയാ. സ്തോത്രം. ആ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് ഏലിയാവിനോട്, സ്തോത്രം, കടലിന്മേൽ ചുട്ട് അട കൊടുത്തു, വെള്ളം കൊടുത്തു, പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമതും തട്ടി ഉണർത്തി. സ്തോത്രം. ആ ഭാഗം നമുക്ക് നന്നായിട്ടറിയാം. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. എന്നിട്ട് അതെല്ലാം തിന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന് 40 ദിവസം യാത്ര ചെയ്തു ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം യാത്ര ചെയ്തു. എന്നിട്ട് ഏലിയാവ് ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഇവിടെ നിനക്ക് എന്തു കാര്യം? സ്തോത്രം. ആദര ധീര ഹന്ത ജാനക, നീ പുറത്തു വാ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് പർവ്വതങ്ങളെ കീറി പാറയെ തകർക്കുന്നു. ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മാറുകയാ. സ്തോത്രം. ചില പർവ്വതസമയമായ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ വിടുതല. ഓരോരുത്തരോടും ദൈവത്തിന്റെ ദൂതൻ പറയാം, ഹല്ലേലൂയ, ഇത് നിങ്ങൾ ദൈവത്തിന്റെ വചനം ദൂതായി ഏറ്റെടുത്തു. സ്തോത്രം. ചില പർവ്വത കെട്ടുകൾ മാറിപ്പോകുകയാ. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമി ായിത്തീരുക. സൈന്യത്താലല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. ആരാധിക്കുകയും ദൈവവചനം ഹല്ലേലൂയ ഏറ്റെടുക്കുകയും ചെയ്ത പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മെ തകർക്കാൻ ഒറ്റ ദുഷ്ട ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്രം. ഇതിന്റെ 19:12 നാം കാണുന്നു. ഹല്ലേലൂയ ഭൂകമ്പത്തിൽ, ഹല്ലേലൂയ 12 കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. ഇന്ന് രാത്രി ശബ്ദം. ഇന്ന് രാത്രിയിൽ അത് ഭവനങ്ങളിൽ വിടുതല. സ്തോത്രം. നാളുകളായി തടസ്സപ്പെടുത്തി വെച്ച ചില പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വിടുതലയക്കുകയാ. സ്തോത്രം. ഞാനത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. ഏലിയാവിനോട് ദൈവം, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. സ്തോത്രം. എന്നാൽ ഈ ഏലിയാവിനെ എന്തു ചെയ്തു? സ്തോത്രം. 2 രാജാക്കന്മാരെ ഹല്ലേലൂയ സ്തോത്രം അഭിഷേകം, ഹല്ലേലൂയ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ, ഒരു പ്രവാചകനായി ഏലിച്ചയെ അഭിഷേകം ചെയ്യാനും ദൈവം ഈ ഏലിയാവിനെ ഉപയോഗിച്ചെങ്കിൽ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാനല്ല, ഇന്ന് രാത്രി എഴുന്നേൽക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടി ആദികളെയും മൂടുന്നു. ഇന്ന് രാത്രിയിൽ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ഒരു ദൈവപ്രവർത്തിക്കായി തീരുമാനമെടുത്ത് ഇന്ന് രാത്രി മുന്നോട്ട് പോകണം. മൂടാമന, നാളത്തെ നമ്മുടെ സമയമില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഈ ഏലിയാവിനെ കൊണ്ട് ദൈവ ശുശ്രൂഷകൾ മരിച്ചാൽ മതി എന്ന് പറയുന്ന ഏലിയാവിനെ കൊണ്ട് അങ്ങനെ ശുശ്രൂഷ ചെയ്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ദൈവവൈതലേ, ഈ ഏലിയാവിന് സംഭവിച്ചത് എന്തുവാ? ചുഴലിക്കാറ്റില് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. പക്ഷെങ്കിൽ വധഭീഷണി മുഴക്കിയ ഇസബേലിന് സംഭവിച്ചത് ഹല്ലേലൂയ, അവളെ പിണം വയലിലെ ചാണകം പോലെ ചിന്നിച്ചിതറിക്കണം. ശത്രു എത്ര നമ്മുടെ നേരെ വന്നാലും ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങൾ ജയിക്കത്തില്ല. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. അവനെ പടയ്ക്കുന്നവരും
അവന്റെ മുൻപിൽ നിന്ന് ഓടി പോകും. ഇസബേലിന് സംഭവിച്ചതും പ്രാർത്ഥിക്കുന്ന ആ ഏലിയാവിന് സംഭവിച്ചതും നമുക്കറിയാം. എത്ര ജീവിതത്തിൽ പ്രശ്നമുണ്ടായാലും ഒരു ദൈവപ്രവൃത്തി സംഭവിക്കും. സ്തോത്രം. അങ്ങനെ ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി വിടുതല. നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതല് നമുക്കൊന്ന് വായിക്കാം. ഞാൻ തന്നെ വേഗത്തിൽ അങ്ങ് വായിക്കാം. 1 ശമൂവേൽ. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം സമയമില്ലല്ലോ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ദാവീദ് ജീവിതത്തിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോഴേ യാതൊരു കുഴപ്പവും ദാവീദിന് അങ്ങനെ ഇല്ലായിരുന്നു. എന്നാൽ അഭിഷേക തൈലം എന്ന് വീണോ അന്ന് തൊട്ട് ശത്രുവായ ശൗൽ ഇവന്റെ പുറകെ ദാവീദിന്റെ കൂടെ നടക്കുകയാ. സ്തോത്രം. എന്നാൽ ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെ ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ യോനാഥാൻ പറയുന്നത് നമ്മൾ കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. യോനാഥാൻ പറയും, ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. അവനോട് യോനാഥാൻ പറയും, എൻ്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും. സ്തോത്രം. ഇന്ന് രാത്രി സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, എത്ര ശത്രു ഉഴന്ന് നടന്നാലും നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ യാതൊരു ദോഷവും ആർക്കും ചെയ്യാൻ ഒക്കത്തില്ല. സ്തോത്രം. ദൈവം നമ്മോട് കൂടെയുണ്ട്. യോനാഥാൻ പറയുവാണ്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിനെ നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും. പ്രാർത്ഥിക്കുന്ന ഒരു മൊർദെഖായിക്ക് വേണ്ടി നമുക്കറിയാം കഴുകുമരം ഒരുക്കി. സ്തോത്രം. എന്നാൽ ആ കഴുകുമരത്തിൽ ആര് തൂങ്ങി? സ്തോത്രം. യഹൂദാ ജനത്തിന്റെ അവസ്ഥ, ഹല്ലേലൂയ, അവിടെ ഉണ്ടായ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ നമുക്കറിയാം മൊർദെഖായി വെണ്ണീർ വാരിയിട്ടുകൊണ്ട് ഹല്ലേലൂയ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ നിലവിളിക്കുകയാ. സ്തോത്രം. ആ തലയിൽ പ്രാർത്ഥിക്കുന്നവന്റെ മൊർദെഖായിയുടെ തലയിൽ എന്ത് ചെയ്തു? രാജകിരീടം ധരിപ്പിച്ചു. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം അങ്ങ് മാറ്റുകയാ. യഥാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വചനം വായിച്ചത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ 1 ശമൂവേലിന്റെ 30-ന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെ കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ദാവീദ് അതിന്റെ 30-ന്റെ 1 മുതൽ വാക്യം വായിക്കുമ്പോൾ ദാവീദ് അഭയം തേടി സിഗ്ലാഗിലെത്തി. സിഗ്ലാഗിൽ ചെന്നപ്പോൾ മൊത്തം ചുട്ടുകരിഞ്ഞിരിക്കുകയാ. സ്തോത്രം. ശൗൽ നിരന്തരം വേട്ടയാടിയപ്പോഴാണ് സിഗ്ലാഗിലെത്തിയത്. എന്നാൽ അവിടെ ചിന്തിച്ചതുപോലല്ല, സുരക്ഷിതമായിരിക്കുമെന്ന് ചിന്തിച്ചു. എന്നാൽ വിപരീതമായ അവസ്ഥയായിരുന്നു. സിഗ്ലാഗ് മൊത്തം ചുട്ടുകരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ള എല്ലാരെയും പിടിച്ചുകൊണ്ടുപോയി. ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു. കരയുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാ. സ്തോത്രം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ഹല്ലേലൂയ. എന്നാൽ കൂടെയുള്ളവര് പോലും പറഞ്ഞു ഇവനെ കല്ലെറിയണമെന്ന്. സ്തോത്രം. നമുക്ക് കല്ലേറൊന്നും കിട്ടുന്നില്ലെങ്കിലും
പലപ്പോഴും നമ്മുടെ ഹൃദയം ചൂട് പിടിക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ചൂടാക്കുമ്പോഴേ രാത്രി പറയട്ടെ, സ്തോത്രം, 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പലപ്പോഴും അനേകരുടെ വാക്കുകളെ നമ്മളെ കല്ലൊന്നും എറിഞ്ഞില്ലെങ്കിലും ചില വാക്കുകൾ കല്ലേറുപോലെ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം നമ്മളെ തണുപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാല് ആ ചുട്ടുകരിഞ്ഞിരിക്കുന്ന ചാരക്കൂനയിലും ദാവീദ് തന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. തന്റെ ദൈവമായ യഹോവയിങ്കൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. ഏതവസ്ഥയിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാലും ധൈര്യപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ദാവീദോ തന്റെ ദൈവമായ യഹോവയിങ്കൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. രാത്രി ഹല്ലേലൂയ ഈ വചനത്തിൽ നാം കാണുന്നു, അമാലേക്യർ അപകരിച്ചു കൊണ്ടുപോയതൊക്കെ ദാവീദ് വീണ്ടുകൊണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ പറയട്ടെ, നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കിത്തരാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. അമാലേക്യർ അപകരിച്ചു കൊണ്ട് പോയതൊക്കെ ദാവീദ് വീണ്ടുകൊണ്ടു. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, കീശിന്റെ കഴുതകളെ കാണാതായപ്പോഴേ ഹല്ലേലൂയ ശൗലിനെ വൃത്യനുമായിട്ട് പോകുന്നു നമുക്കറിയാം. സ്തോത്രം. എന്നാൽ ശൗമേൽ പ്രവാചകൻ ഇവരെ കണ്ടിട്ട് പറയുകയാണ്, കാണാതെ പോയ കഴുതയെ കുറിച്ച് ചിന്തിക്കണ്ട, അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ഈ പ്രയറിൽ ഇരിക്കുന്നതിന് മുമ്പേ എന്തെല്ലാം ഭാരത്തോടും വേദനയോടും ഇരിക്കുന്നെങ്കിലേ ഇന്ന് രാത്രി കരയുന്ന, നിലവിളിക്കുന്ന, ഉഴലുന്ന ദൈവത്തിന്റെ മക്കളെ നമുക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. സ്തോത്രം. ദാവീദോ തന്റെ ദൈവമായ യഹോവയിങ്കൽ ധൈര്യപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ധൈര്യത്തോടെ ദൈവം വലിയവ ചെയ്യുമെന്നുള്ള ആ ധൈര്യത്തോടെ നമ്മൾ പോകണം. നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ കരയുമ്പോഴുണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ വിടുതലാ. സ്തോത്രം. ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോഴേ എന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സമയം ഇങ്ങനെ പോകുന്നു. സ്തോത്രം. ഒരു 36 വർഷത്തിന് മുമ്പേ എന്റെ ജീവിതത്തിൽ വലിയൊരു വിഷയം കടന്നു വന്നു. എന്നാല് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആ വിഷയത്തിന് വിടുതൽ വേണം. അപ്പൊ ഞങ്ങളെ കുടുംബമായിട്ട് കുറച്ചു നേരം 1 മണി വരെ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പ്രാർത്ഥിച്ച് രാത്രി 1 മണി വരെ. പിന്നെ എന്നിട്ട് എല്ലാരും പറഞ്ഞു നമ്മുടെ ദൈവം വിടുതൽ അയച്ചോളൂ. എന്നിട്ടും അവരെല്ലാം കിടന്നുറങ്ങി. ഞാനൊരു റൂമിനകത്ത് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അർദ്ധരാത്രിയാണ്, കൂരിരുട്ടാണ് ആ മുറിക്കകത്ത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇന്നും അതാണ് നടത്തുന്നത്. ആ കൂരിരുട്ടിനകത്തൂടെ ഒരു വെളിച്ചം ഉദിച്ചു. സ്തോത്രം. ആ വെളിച്ചത്തിനകത്തൂടെ ഒരു ശബ്ദം കേൾക്കുക. മകളെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി കൈവിടുകയില്ല. സ്തോത്രം. ആ ദൈവ ശബ്ദം ഞാൻ കേട്ടു. ആ വാഗ്ദത്ത വചനത്തെ കയറി പിടിച്ചു പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കൂടെ വരെയും പ്രാർത്ഥിച്ചു. പിന്നെ കിടന്നുറങ്ങി. 2 മണി കഴിഞ്ഞ സമയത്ത് കുറച്ചു നേരം കൂടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ ഞാൻ എന്തിനു പ്രാർത്ഥിച്ചുവോ ആ വിഷയത്തിന് എന്റെ ദൈവം എനിക്ക് വിടുതൽ തന്നു. സ്തോത്രം. ഞാൻ അനേക സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. അപ്പോഴെല്ലാം ഈ വാഗ്ദത്ത വചനമാണ് എന്നെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. മകളെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി കൈവിടുകയില്ല. സ്തോത്രം. നമ്മളെ കൈവിടാത്തൊരു ദൈവം, നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. യോനാഥാൻ പറഞ്ഞല്ലോ, നീ ഇസ്രായേലിന് രാജാവാകുമെന്ന്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. സ്തോത്രം. ഈ 2 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യം വായിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് വെള്ളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹിനോവാം, കർമേല്യൻ നബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ
യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഈ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പേ എന്തെല്ലാം വിപത്തുകളിൽ കൂടെ കടന്നുപോയി. സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എത്തണമെങ്കിൽ നമ്മൾ അനേക പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകണം. എന്നാൽ ദാവീദിനെ യഹൂദ പുരുഷന്മാർ അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സ്തോത്രം. ദൈവം നമുക്ക് തന്ന വചനം, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കണ്ണുനീർ വിലപ്പെട്ടതാണ്. ദുഃഖം താൽക്കാലികമാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതി വലിയതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും അവഗണിക്കപ്പെടുന്നില്ല. സ്തോത്രം. ഇതെല്ലാം കർത്താവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? കണ്ണുനീർ കണ്ട് മനസ്സലിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹാഗേർ ഉഴന്ന് നടന്നപ്പോൾ അവിടെ കുട്ടിക്ക് വേണ്ടി ഉറവ തുറന്ന ദൈവം. ഏലിയാവ് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഏലിയാവിനെ കൊണ്ട് അത്ഭുത പ്രവർത്തികൾ ചെയ്യിപ്പിച്ച് റിവാനവ ചുഴലിക്കാറ്റിന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ദാവീദിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മൾ കണ്ടു. സ്തോത്രം. ഇതെല്ലാം കഷ്ടങ്ങളിൽ കൂടെ മരുഭൂമിയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത ദാവീദിന്റെ ജീവിതത്തിൽ ഇസ്രായേൽ യഹൂദാഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് കണ്ട് മനസ്സരിയുന്ന ദൈവം, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? കണ്ണുനീര് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. നിന്റെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗമുള്ളവർ നിങ്ങളുടെ വലത്തുകരങ്ങൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വയ്ക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ അത് നിങ്ങൾ തന്നെ ഹൃദയത്തിൽ ദൈവത്തോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ആരൊക്കെ കരം വെച്ചിരിക്കുന്നവോ അവരുടെ കരത്തിന്റെ മീതെ യേശുപ്പച്ചന്റെ കരം വെച്ച് അവരെ സൗഖ്യമാക്കണം. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിനെല്ലാം മറുപടി കൊടുക്കണം. ഈ സൂം മീറ്റിംഗ്, ഈ പ്രയർ ലൈൻ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കണം. ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഇതിനകത്തായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും പ്രത്യേക ഡോക്ടർ ജോളി ജോസഫിനും ദൈവനാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വാസത്താൽ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.